മകളെ മീനാക്ഷി, മകളെ മീനാക്ഷി, മകളെ. അച്ഛാ. ആ മകളെ, സുഖമാണോ മകളെ? സുഖമാണ് അച്ഛ, പരമസുഖം. ഞാൻ അച്ഛന് കുടിക്കാൻ സംഭാരം എടുക്കട്ടെ? കുറച്ച് കഴിഞ്ഞാകാം മകളെ. പച്ചയമാലും അമ്മയും ശിവകാമിയും ഒക്കെ അവരൊക്കെ ഓരോരോ കാര്യങ്ങൾക്കായി പുറത്തു പോയിരിക്കാണ് അച്ഛ. വരൂ അച്ഛ ഇരിക്കും. മകളെ, പച്ചയമാൽ തികഞ്ഞ സ്വാത്വികനും ശിവഭക്തനുമാണ്. അവൻ നിന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്നുണ്ടെന്നും അറിയാം. പക്ഷേ എന്താണ് അച്ഛ? നിന്നെ പച്ചയമാലിന്റെ കൈപിടിച്ച് ഏൽപ്പിച്ച ദിവസം കുമുദവല്ലിയും ശിവകാമിയും ഒക്കെ വളരെ നിഷിദ്ധവും നിന്ദ്യവുമായ രീതിയിലാണ് പെരുമാറിയത്. നിന്റെ മുഖം കണ്ടാൽ അറിയാം അവർ നിന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന്, അല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല അച്ഛ. ആദ്യമൊക്കെ ചില അനിഷ്ടങ്ങളും അവഗണനകളും ഒക്കെ അവരിൽ നിന്നുണ്ടായി. പക്ഷെ അതൊക്കെ വളരെ പെട്ടെന്ന് മാറി. ഇപ്പൊ അവരെന്നോട് വളരെ മാന്യമായും സ്നേഹത്തോടെ ഒക്കെയാണ് പെരുമാറുന്നത്. എനിക്കൊരു ദുഃഖമില്ല അച്ഛ. പുന്നാര മരുമകൾ മീനാക്ഷിയുടെ അച്ഛനല്ലേ? മീനാക്ഷി, അച്ഛനോട് ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും വിശദമായി പറഞ്ഞു കഴിഞ്ഞോ? ഇല്ല കുമുദവല്ലിയമ്മേ, ഞാൻ വന്നു കയറിയതല്ലേ ഉള്ളൂ. ആശ്വാസം. അല്ല, അച്ഛൻ ആദ്യമായിട്ട് മകളുടെ ഭർതൃഗ്രഹത്തിൽ വന്നതല്ലേ? വിലപ്പെട്ട ഒത്തിരി സമ്മാനങ്ങൾ കൊണ്ടുവന്ന് കാണുമല്ലോ അല്ലേ? കൊണ്ടുവരുമല്ലോ, അതല്ലേ നാട്ടാചാരം. പുരാണങ്ങൾ നന്നായി അറിയാവുന്നവർ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛനമ്മമാർ മകളുടെ വിവാഹവേളയിലും തുടർന്നുള്ള സന്ദർശന വേളകളിലുമൊക്കെ പെൺകുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ധനധാന്യങ്ങളെ പറ്റി മഹാപണ്ഡിതനായ അങ്ങയ്ക്ക് ഇതൊക്കെ അറിയാവുന്നതല്ലേ? അറിയാം. സീതാദേവിയുടെ വിവാഹവേളയിൽ ജനക മഹാരാജൻ നൽകിയ വിലപ്പെട്ട സ്വത്തുക്കൾ, പാഞ്ചാലിക്ക് പാഞ്ചാല മഹാരാജൻ നൽകിയ കനപ്പെട്ട സമ്മാനങ്ങൾ, സ്വന്തം സഹോദരി ദേവകിയുടെ വിവാഹശേഷം കംസ മഹാരാജൻ വസുദേവർക്ക് നൽകിയ ഉപഹാരങ്ങൾ, ആയിരക്കണക്കിന് ഗോക്കൾ, ഗജങ്ങൾ, കുതിരകൾ, എത്രയോ രഥങ്ങൾ നിറയെ നവരത്നങ്ങൾ. ആ കഥകളൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട് കുമുദവല്ലിയമ്മേ. എന്നിട്ട് മീനാക്ഷിയുടെ അച്ഛൻ എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഗോക്കൾ എത്ര, രഥങ്ങൾ എത്ര, നവരത്നങ്ങൾ നിറച്ച എത്ര തേരുകളാണ് വന്നിട്ടുള്ളത്? പറയൂ. മകളെ ശിവകാമി, പരിഹസിക്കരുത്. ഞാൻ ജനകനോ പാഞ്ചാലനോ കംസനോ അല്ലെന്നറിയാവല്ലോ. ഒരേ ഒരു മകളാ എനിക്ക്. എന്റെ ഭവനവും പറമ്പും വിറ്റ് കിട്ടുന്ന പണത്തിന് ഒരേ ഒരു അവകാശി മീനാക്ഷി മാത്രമാണ്. ആ പണം ഇവിടെ തന്നെ വന്നു ചേരും. അതിന് നിങ്ങളുടെ കാലം കഴിയണമല്ലോ. അടുത്ത കാലത്തൊന്ന് യമകിങ്കരന്മാർ നിങ്ങളുടെ ആയുസൊന്നും എടുക്കാനും പോകുന്നില്ല. പട്ടിണി പാവമായ ഒരു പാചകക്കാരന്റെ മകളെ കെട്ടിയടിപ്പിച്ചിരിക്കുന്നു. അപ്സര സുന്ദരിയല്ലേ? സൗന്ദര്യം ആസ്വദിച്ച് വിശപ്പടക്കട്ടെ എന്റെ സുന്ദരി കോന്തനായ ജ്യേഷ്ഠൻ. ഓരോരോ ഗതികെട്ട വിധികളെ. വാ അമ്മേ.
അച്ഛൻ വന്നിട്ട് അധികം നേരമായോ? ഇല്ല, വന്നു കയറിയതേ ഉള്ളൂ. അപ്പോഴേക്കും എൻ്റെ അമ്മയും സഹോദരിയും വിഭവസമൃദ്ധമായ അന്നം ഊട്ടി അങ്ങയോട് ആതിഥ്യമര്യാദ കാട്ടി. അച്ഛാ, അവരുടെ നിന്ദ്യമായ അവിവേകത്തിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. വിഷമിക്കാതെ മോനെ. സ്വന്തം മകന്റെയും സഹോദരന്റെയും കാര്യത്തിൽ ഏതൊരമ്മയും സഹോദരിയും സ്വപ്നം കാണുന്നതേ അവരും കണ്ടുള്ളൂ. പിന്നെ കണക്കറ്റ സ്വത്തിന്റെ കാര്യം മഹാഭക്തനായ കുങ്കിലിയാരുടെ അനുഭവം അറിയാമല്ലോ. അതുപോലെ ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹം നിനക്കും മീനാക്ഷിക്കും സമീപഭാവിയിൽ തന്നെ ഉണ്ടാകും. മീനാക്ഷിക്കും എനിക്കും വേണ്ടി പാചകക്കാരന്റെ പണി വരെ ചെയ്ത മഹാദേവൻ നിങ്ങൾക്ക് തൊട്ട് പിന്നിലുണ്ട് കുട്ടികളെ. ആശ്വസിക്കുക. ആടെ ഞാൻ ഇറങ്ങുന്നു. കുട്ടി ഇതെങ്ങോട്ടാ ഈ നേരത്ത് മാലയും കൊണ്ട്? തിരുമേനി, എന്റെ കൈകൊണ്ട് കെട്ടിയ മാല ഭഗവാന് ചാർത്താൻ. ക്ഷേത്രം അടച്ചു പോയല്ലോ, ഇനി മാല ചാർത്താൻ പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത് തിരുമേനി. എന്റെ മാല എന്നും മുടങ്ങാതെ ഭഗവാന് ചാർത്തുന്നതല്ലേ. അത് മുടങ്ങിയാൽ എനിക്ക് സങ്കടാവും തിരുമേനി. ഭഗവാൻ കോപിച്ചാൽ എനിക്ക് പാപം കിട്ടില്ല തിരുമേനി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ക്ഷേത്രം അടച്ചു കഴിഞ്ഞാൽ അടുത്ത പൂജയ്ക്ക് മുമ്പായി ക്ഷേത്രം തുറക്കുന്നത് ചട്ടവിരുദ്ധമാണ്. കുട്ടി ഒരു കാര്യം ചെയ്യും. ഭഗവാൻ സർവ്വവ്യാപിയാണല്ലോ. പുറത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവലിംഗത്തിലുണ്ട് ഭഗവാൻ. ആ മാല കൊണ്ടുപോയി ആ ശിവലിംഗത്തിൽ ചാർത്തി പ്രാർത്ഥിച്ചോളൂ. എന്താ തിരുമേനി? അതെ അതെ കുട്ടി, അധികാരി അദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്യൂ. ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ മാല ചാർത്തുന്ന ഫലശക്തി തന്നെ ഉണ്ടാവും. ഉറപ്പ്. ചെല്ലു. പരമേശ്വര,
ഭഗവാനെ, ഉയരക്കുറവ് മൂലം അങ്ങേക്ക് മാല ചാർത്താൻ അടിയന് കഴിയുന്നില്ലല്ലോ. വിഭജികയുടെ മാല അങ്ങേക്ക് വേണ്ടെന്നാണോ? കുറിക്കാൻ പാടില്ലാത്ത താഴമ്പൂക്കളെല്ലാം അടിയൻ എടുത്തു മാറ്റിയല്ലോ. പിന്നെ എന്തിനാണ് അടിയന്റെ മാലയുടെ വെറുപ്പ്? അടിയനെ മാല ചാർത്തിയേ മതിയാവൂ. അതിന് അനുവദിക്കണം ഭഗവാനെ. ഇന്ന് മാല ചാർത്താൻ കഴിയില്ലെങ്കിൽ ഞാൻ ഇന്ന് വരെ നടത്തി വന്ന നേർച്ച മുടങ്ങും. അത് പാപമല്ലേ ഭഗവാനെ? ഓം നമഃ ശിവായ. 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 ഭഗവാനെ, ഭക്തവത്സല, ഭഗവാനെ, ഭക്തവത്സല, അടിയന് വേണ്ടി അങ്ങ് ചാഞ്ഞു തന്നല്ലോ. അടിയന്റെ പാപഭയം നീങ്ങി ഭഗവാനെ. ശിവായ. ഓം നമഃ 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 ശിവായ. ദേ നോക്കി, ശിവലിംഗം ചരിഞ്ഞു നിൽക്കുന്നു. വാ, നമുക്ക് അധികാരിയെ വിവരം അറിയിക്കാം. തമ്പുരാനെ, തമ്പുരാനെ, പുറത്ത് പ്രതിഷ്ഠിച്ചിരുന്ന ശിവലിംഗം താനേ ചരിഞ്ഞു. എന്താ അസംബന്ധം നിങ്ങൾ ഈ പറയുന്നേ? ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാ. സത്യമാ തമ്പുരാനെ. വരൂ. ബലമായി ഉറപ്പിച്ച ശിവലിംഗം പിന്നെങ്ങനെ ചരിഞ്ഞത്? ഈ കുട്ടി എന്തോ പറയുന്നത് കേട്ടു. ശിവലിംഗം ചരിയുന്നതും കണ്ടു. തിരുമേനി, ശിവലിംഗം പൂർവ്വസ്ഥിതിയിലാക്കണം. ആചാരവിധി പ്രകാരം പ്രതിഷ്ഠിച്ച ശിവലിംഗം ഇങ്ങനെ ചരിഞ്ഞിരിക്കാൻ പാടില്ലല്ലോ. ശരിയങ്ങുന്നേ. കുട്ടിയൊന്ന് മാറി നിൽക്കൂ.
നമ്മെ കൊണ്ട് പറ്റുന്നില്ലല്ലോ അങ്ങുന്നേ. നിങ്ങളോട് പോയി സഹായിക്കുക. അടിയൻ വരൂ, ശ്രമിക്കൂ. എത്ര പരിശ്രമിച്ചിട്ടും ഈ ശിവലിംഗം ഉയർത്താൻ പറ്റുന്നില്ല അങ്ങുന്നേ. ഉടൻ മഹാരാജനെ വിവരം അറിയിക്കുക തന്നെ. മന്ത്രി, കൽപ്പിച്ചല്ല മഹാരാജൻ. വരൾച്ച ബാധിച്ച കൃഷിയിടങ്ങൾ ഉടനെ സന്ദർശിക്കണം. നഷ്ടങ്ങളുടെ വിശദമായ കണക്കെടുപ്പ് നടത്തി രേഖകൾ സമർപ്പിക്കുകയും വേണം. കൽപ്പന പോലെ. മഹാരാജ വിജയിക്കട്ടെ. പറയൂ അധികാരി, എങ്ങനെ നടക്കുന്നു ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ? പ്രഭു, തൃക്കടവൂർ ക്ഷേത്രത്തിൽ ഒരു മഹാത്ഭുതം നടന്നിരിക്കുന്നു. ക്ഷേത്രത്തിന് പുറത്ത് സ്ഥാപിച്ച ശിവലിംഗം താനെ ചരിഞ്ഞിരിക്കുന്നു. ആചാരവിധി പ്രകാരം ശക്തിയായി ഉറപ്പിച്ചിരുന്ന ശിവലിംഗം താനെ ചരിയുകയോ? എന്താ സംഭവിച്ചത്? ശ്രീകോവിൽ അടച്ചുപോയത് മൂലം കുങ്കിലിയാടെ മകൾ വിഭജിക കൊണ്ടുവന്ന മാല വിഗ്രഹത്തിൽ ചാർത്താൻ കഴിഞ്ഞില്ല. പുറത്തെ ശിവലിംഗത്തിൽ ചാർത്തിയാൽ മതിയെന്ന് അടിയനും മേൽശാന്തിയും പറഞ്ഞു. ശിവലിംഗത്തിൽ മാല ചാർത്താൻ വേണ്ട ഉയരമില്ലാത്തതിനാൽ വിഭജിക വിഷമിച്ചു നിൽക്കുമ്പോഴാണ് ശിവലിംഗം താനെ ചരിഞ്ഞത്. വിഭജികയ്ക്ക് മാല ചാർത്താൻ പാകത്തിന് ശിവലിംഗം ചരിഞ്ഞു. കുട്ടി മാലയും ചാർത്തി. ശംഭോ മഹാദേവ, എന്താ നാം ഈ കേൾക്കുന്നത്? ശിവഭക്തിയായ വിഭജികയ്ക്ക് മാല ചാർത്താൻ ഭഗവാൻ സ്വയം ശിരസ് നമിച്ചു കൊടുത്തുന്നു. ഭഗവാന്റെ ശിരസ് കുനിപ്പിക്കാൻ പോന്ന ഉത്തമ ഭക്തനാണല്ലോ കുങ്കിലിയാർ. അദ്ദേഹത്തിന്റെ മകളുടെ ഭക്തിയും അതുല്യമാണെന്ന് അറിയിക്കാൻ ഭഗവാൻ തെളിയിച്ചതാണെങ്കിലും എന്നിട്ട് വിഗ്രഹം ഉയർത്താൻ ആരും ശ്രമിച്ചില്ലേ? പരമാവധി ശ്രമിച്ചു നോക്കി, പക്ഷെ തരിമ്പ് പോലും വിഗ്രഹം അനങ്ങുന്നില്ല മഹാരാജൻ. അധികാരി, കൽപ്പിച്ചാലും ഉടനെ ക്ഷേത്രം സന്ദർശിക്കുക തന്നെ. ഭക്തിയുടെ മുന്നിൽ ഭഗവാൻ ശിരസ് കുനിച്ചത് നിറഞ്ഞ തൃപ്തി കൊണ്ടാണ്. ഇനി അതിനു പിന്നിൽ നമ്മോടോ പ്രജകളോടോ ഭഗവാന് അതൃപ്തി വല്ലതുമുണ്ടോ എന്ന് പരിശോധിക്കണമല്ലോ. അതെ മഹാരാജൻ. ഉടൻ തന്നെ റാണിയെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് പോവുക തന്നെ.